care. See you guys. വെൽ പ്ലേഡ് മാൻ. വളരെ നന്നായിട്ട് ആര്യൻ കളിച്ചു. എന്ത് പറ്റി? മാൻ എനിക്കിനി ഇവിടെ ഞാനിവിടെ ഉള്ളോട്ടാ. അതിന്റെ വേദന എനിക്ക്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂ, വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ്. നമ്മുടെ ആര്യൻ കത്തൂരിയ പുറത്തു പോയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ. ആര്യൻ കത്തൂരിയ പുറത്തു പോയി എന്ന് മാത്രമല്ല, നമ്മുടെ ഇക്ക വന്നു വീട്ടിലേക്ക്, ഇല്ല ഇതോ ഇക്ക വന്നു, പെങ്ങന്മാരും ഇക്ക എല്ലാവരും കൂടി ഇപ്പോൾ ഒരു കുടുംബമായിട്ട് വളരെ സന്തോഷമായിട്ട് അല്ലേ, സന്തോഷത്തിന്റെ എന്ത് സുഖമാണ് അല്ലേ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള ഒരു ചാൻസ് സ്വകാര്യം പറയണ്ട, ഉറക്കം പറഞ്ഞു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. നല്ലൊരു കുടുംബം, രണ്ട് വില്ലന്മാരുണ്ട്. ശരി ശരി, ഇപ്പോഴും 2 വില്ലന്മാരുണ്ട്. ആ 2 വില്ലന്മാരെ ജയിലിലിട്ടിരുന്നു, ജയിലിൽ വില്ലന്മാർ പുറത്തു വന്നിട്ടുണ്ട്. വളരെ നല്ല സന്തുഷ്ടകരമായ ഒരു കുടുംബം. ഒരു ഇക്ക, 3 പെങ്ങന്മാർ, പിന്നെ നിൽക്കുവാൻ സുഹൃത്തായിട്ടുള്ള അനീഷ്, വീട്ടിൽ സ്വന്തം അടിമയല്ല, ഈ പഴയ സിനിമകളിലൊക്കെ കാണുമല്ലോ, വീട്ടിലൊരു കാര്യസ്ഥൻ അല്ലേ, ഒരു കാര്യസ്ഥൻ എന്ത് പറഞ്ഞാലും ഇളിച്ചോണ്ട് നിൽക്കാനും റാൻ മൂളാനും പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ എത്തിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു കാര്യസ്ഥനായിട്ട് സാബുമാൻ. ഈ വ്യക്തികളുള്ള സമയത്ത് സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബം ആയിട്ട് കഴിഞ്ഞുകൂടി പോകുന്നു അല്ലേ. ഇതോ എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ് എന്ന് ചോദിക്കുന്നതിന് മുന്നേ ആര്യൻ എവിക്റ്റ് ആയി പോയി. ഇതോ എന്താ തോന്നുന്നത് ആര്യന്റെ എവിക്ഷൻ? എന്താ കുട്ടേണ്ട അഭിപ്രായം? എന്താ ആര്യൻ ടോപ്പ് 5 ഡിസർവ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അൺഫെയർ ഇന്ന് വേണമെങ്കിൽ പറയാന്നല്ല, എന്റെ ഒരു ഇതില് ആര്യൻ ഔട്ട് ആവേണ്ട ആളല്ല. അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ അൺഫെയർ എവിക്ഷൻ. കാരണം എന്താന്ന് വെച്ചാൽ ചിന്തിക്കാൻ ഇന്നലെ കേട്ടപ്പോഴേ എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സിൽ തോന്നിയിട്ട് ഈശ്വര. കാരണം ഒരു കാരണത്താലും ആര്യൻ ഔട്ട് ആവേണ്ടതല്ല. ഇത് ബിഗ് ബോസ് ആണെങ്കിൽ കേട്ടോ, അല്ല ഇനി വേറെ വല്ല ടൈപ്പ് കളിയൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല, ചിലപ്പോ ഔട്ട് ആവാം. ഈ ബിഗ് ബോസ് ഹൗസ് ആണെങ്കിൽ അവിടെ മാക്സിമം നല്ലൊരു ഗെയിം കൊടുത്തിട്ടുള്ള ആളാണ്. അതില് നല്ലതുണ്ട് ചീത്തതുണ്ട്, എല്ലാവർക്കും അവിടെ പോസിറ്റീവ് വശമുണ്ട് നെഗറ്റീവ് ഉണ്ട്. ആര്യന്റെ ആദ്യത്തെ കളിയൊക്കെ കണ്ടിട്ട് ഗെയിമൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് എന്തൊരു ആറ്റിറ്റ്യൂഡുള്ള പയ്യനാ, എനിക്ക് ഇഷ്ടമല്ല. അവന്റെ ആറ്റിറ്റ്യൂഡ് ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ അവൻ ശരിക്കും ഗെയിം കളിക്കാൻ തുടങ്ങി, അവൻ എന്റർടൈൻ ചെയ്യാൻ തുടങ്ങി, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ലാസ്റ്റ് ഇങ്ങനത്തെ ഒരാളാണ് ശരിക്കും വേണ്ടത്. 23 വയസ്സുള്ള ആര്യൻ എന്താ പറയാ, അസലായിട്ട് കളിച്ചു. ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ ബ്രില്യൻ ഗെയിമർ ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അവിടെ അധികം ആളില്ലാത്തോണ്ട് പറയാം, ആര്യൻ സൂപ്പർ ഗെയിമർ ആയിരുന്നു. ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ഒരു ക്ലിപ്പ് ഇട്ടത്. ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഇത്ര അധികം ആൾക്കാർ എവിക്റ്റ് ആയി പോയിട്ടും ലാലേട്ടൻ എങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇത് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് തോന്നിയ അതേ അഭിപ്രായം. എന്താ പറയുക, വെരി വെൽ പ്ലേഡ്, നല്ല രീതിയിൽ അല്ലേ, സൂപ്പറായിട്ട് പിന്നെ ആര്യനെ അവിടുന്ന് പുറത്താക്കി. പിന്നെ ആര്യൻ പുറത്ത് വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഞാനത് സെപ്പറേറ്റ് റിയാക്ട് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഈ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് പറയേണ്ട ഒരു വിഷയമുണ്ട്. ഞാൻ, എൻ്റെ ഭാര്യ, ഞങ്ങൾ 2 പേരും റൺ ചെയ്യുന്ന ചാനൽ ആരുടെയും പേഴ്സണൽ ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ ഔദാര്യം കൊണ്ടല്ല മുന്നോട്ട് പോകുന്നത്. ചില മെസ്സേജുകൾക്കുള്ള മറുപടിയും കൂടെ, കമൻസിനുള്ള മറുപടിയും കൂടെ, ആരുടെയും ഔദാര്യം കൊണ്ടല്ല മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതിൽ യാതൊരു വെള്ളവും ചേർക്കാതെ, മീൻസ് ഒരു ഫേവറിനും വേണ്ടിയിട്ട് പണം, പ്രശസ്തിയോ അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഫേവേഴ്സ്, അതായതുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഫേവേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിഭാഗത്തിനെ കൂട്ടുപിടിച്ച് അവരുടെ വ്യൂസിന് വേണ്ടിയല്ല നമ്മൾ ഇതിന് മുന്നിൽ വന്നിരുന്നിട്ട് സംസാരിക്കുന്നത് ഇത്ര ലേറ്റായിട്ടും. അതുകൊണ്ട് ഉള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. കറക്റ്റ് ഞാൻ പറയൂ, ഇത് കറക്റ്റ് അല്ല, നമുക്ക് തോന്നിയ കാര്യം. നമുക്കതെ ആരെയും പ്രീതിപ്പെടുത്താൻ ചെയ്യുന്നില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഞങ്ങൾ പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രിയായിട്ട് തോന്നാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് തോന്നിയ കാര്യം കമന്റ് ഇട്ടോളൂ. അതായത് ശരിക്ക് നേരാവണ്ണം, അതായത് ബിഗ് ബോസ് അങ്ങനെ കണ്ടിരിക്കുക, അല്ലാണ്ട് ഒരാളെ മാത്രം അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് അപ്രിയായിട്ട് തോന്നില്ല. അത് ഒരാളെ മാത്രം ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കാണുമ്പോൾ അയാളെ ചെയ്യുന്നത് ഫുൾ ശരിയായി തോന്നും, അപ്രിയമായി തോന്നാം. അങ്ങനത്തെ അതും വിഷയമല്ല ഇവിടെ. ഒരാളപ്പോൾ ഭയങ്കരമായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷാനവാസ്, അനുമോള, ആദില, നൂറ, ഇവര് ഭയങ്കര എന്ന് വിചാരിച്ചിട്ട്
അവരുടെ ഗെയിം ലൈവിലുള്ള ഗെയിം കാണുന്നവർക്ക് തോന്നിയ ഒരു കുഴപ്പവും നമുക്കില്ല ഇത്, അങ്ങനത്തെ പ്രശ്നമില്ല. കാരണം അത് ഇഷ്ടപ്പെടുന്നതായിരിക്കാം. പക്ഷെ ഇതൊന്നും കാണാതെ ചില എജൻഡ വെച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാർ പ്ലീസ് അവർക്കുള്ള വീഡിയോ അല്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ എന്ത് വന്നാലും ഇനി എന്ത് കോൺസിക്വൻസസ് ഫേസ് ചെയ്യാനും തയ്യാറാണ്, കാര്യം പറയാനേ തീരുമാനിച്ചിട്ടുള്ളൂ അല്ലേ വിധോ? യെസ്, അങ്ങനെ ഇന്നത്തെ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തതിന് ഷാനവാസ് തിരിച്ചെത്തിയതാണ്. ഞാനിതിൽ അവസാനം ഒരു ക്ലിപ്പ് കാണിച്ചിരുന്നു ഷാനവാസിന്റെ നെഞ്ചുവേദനയെ കുറിച്ച്. ഷാനവാസ് ഒരു മിനിറ്റ്, യെസ്, ബുക്ക് താഴെ പോയി എഴുതി വെച്ചിട്ടുള്ള ബുക്ക്. ഇപ്പൊ 2 ദിവസമായിട്ട് ഫൈറ്റ് എടുക്കാം വിധോ. രേവതി കുറെ ബുക്കൊക്കെ എടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നതാണ്, ആൻസിപ്പ് കുറെ ബുക്ക് കാണിക്കുന്നത്. ഇന്ത്യയിലും ഉണ്ട് ചെറിയൊരു ബുക്ക്. നമുക്ക് അത്ര വലിയ ബുക്കും ബുക്കില്ല കേട്ടോ, സീസണ് ഞങ്ങൾക്ക് പോയിന്റ് ഇട്ട് പിന്നെ എടുക്കുന്നതിന് ബുക്ക് എന്തെങ്കിലും ബുക്ക് വേണോ? ഇതെന്താ ബുക്ക് ബോസോ പറയാറുന്നറിയോ? രേവതി സീസൺ 1 മുതലുള്ള ബുക്കൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന വിചാരിക്കുന്നത്. രേവതി സീസൺ 1 മുതലുള്ള അട്ടിക്ക് ബുക്ക് കൊണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്റെ വിധുന്റെ ഡയറി 2 കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. ഇത് 3ാമത്തെ ഡയറി. പോട്ടെ, ബുക്ക് വീട് പറയാ. അപ്പൊ എന്താ സ്ഥിതി? അപ്പൊ എപ്പിസോഡിൽ കിടക്കാം. ഷാനവാസ് തിരിച്ചെത്തി. ഞാൻ 3ാമതൊരു ക്ലിപ്പ് കാണിച്ചിരുന്നു. അതായത് ഷാനവാസ് വന്നിട്ട് ഷാനവാസിന്റെ രോഗകാരണമല്ല, എന്താണ് ഷാനവാസിന് അപ്പം സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഗതി എപ്പിസോഡിൽ കാണിച്ചിരുന്നു. നിങ്ങൾ ആരൊക്കെ അത് കണ്ടു, ആരൊക്കെ അത് മനസ്സിലെടുത്തു, ചർച്ച ചെയ്തു, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് അറിയില്ല. ഞാനത് കണ്ട സമയത്ത് 2 രീതിയിലും അതിനെ സമീപിക്കാം അല്ലേ വിധം? ഞാൻ 2 കാര്യം പറയുകയാണ്. ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത 2 കാര്യം ഒരു പറയാനുണ്ട്. ഒന്നാന്ന് വെച്ചാൽ ഷാനവാസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഷാനവാസിന് പാല് കൊണ്ടോ വേറെ പ്രശ്നങ്ങളോ ഉണ്ടല്ല, അത് എറിഞ്ഞത് കൊണ്ടാണ് അവന് വേദനിച്ചത് എന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് പറഞ്ഞു. നമ്മൾ ഇന്നലെ എപ്പിസോഡിൽ അപ്പോൾ കുറേ പേര് അതിനോട് യോജിച്ചുണ്ടോ? ഇന്നലെ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസിന് ശരിക്കും പറയുകയാണെങ്കിൽ നിവിൻ ആ സാധനം കവർ എറിഞ്ഞത് അത് കൊണ്ടിട്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അത് കൊണ്ടാലൊന്നും ഒരാൾക്ക് വയ്യായെന്ന് വരില്ല. പെട്ടെന്ന് ടെൻഷനായി BP ക്കുള്ള ആളാവുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരും, അതായത് ടെൻഷൻ വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരില്ലേ? അതാണ് ഞാൻ വിശ്വസിച്ചത്. ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കവർ തട്ടില്ല. പക്ഷെ ഷാനവാസ് അത് മാറ്റിയിട്ട് ഇന്ന് അതേപോലെ നമ്മുടെ അതേ അഭിപ്രായമായിരുന്നു നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ സാബുമാന്. ഇപ്പൊ സാബുമാൻ പറഞ്ഞു ആ കവർ ഒരു ഫെദർ ടച്ച് പോലെ തോന്നിയുള്ളൂ, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തട്ടിയതേ തോന്നിയുള്ളൂ, അതുകൊണ്ടല്ലല്ലോ നിങ്ങൾക്ക് ടെൻഷൻ വന്നിട്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെ ആയത് പറഞ്ഞപ്പോൾ ഷാനവാസ് പറയണ് ഓ അപ്പൊ അങ്ങനെയാ മനസ്സിലാക്കിയത്, അപ്പൊ ഒന്നും എന്റെ മേല് തട്ടിയില്ല, എനിക്കത് വേദിച്ചു പറയണു. അതിന് വേറൊരു വശമുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം ഉണ്ട്. ഇതൊരു വശമാണ്. ഇപ്പൊ 2ാമത്തെ വശം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഷാനവാസിന് ശരിക്കും പെയിൻ ഉണ്ടായിട്ടുണ്ടാവും, മനസ്സിലായി? അല്ലാണ്ട് ഒരു മനുഷ്യൻ അങ്ങനെ നെഞ്ഞത്ത് കൈവച്ച് വീഴേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഈ പറഞ്ഞല്ല പറഞ്ഞിട്ട് ആരും പറഞ്ഞില്ല, നമ്മളാരും പറഞ്ഞിട്ട് പോലും. മനുഷ്യന്മാരല്ലേ നമ്മള്. ദൈവത്തെ വിശ്വസിച്ചിട്ടുള്ള ആൾക്കാർ ഒരിക്കലും, ഞാൻ പറഞ്ഞു ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് അറിയില്ല കേട്ടോ. പിന്നെ അപ്പൊ ദൈവത്തിനെ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരിക്കലും അങ്ങനെ പറയില്ല, നമ്മൾ അങ്ങനെ പറയല്ല. അപ്പൊ ഷാനവാസ് നെഞ്ഞ് പിടിച്ചിട്ട് അല്ലാത്തത് ചെയ്യുന്ന ഒരു വ്യക്തി പറഞ്ഞാൽ അവരും പടച്ചോനെ പേടിയുള്ള ഒരു ദേശം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ അതേ സെയിം ടൈം നിവിൻ അതിനെ ബ്ലെയിം ചെയ്യരുതെന്ന് എനിക്ക് തോന്നി. കാരണം ആ സാധനം എറിഞ്ഞതുകൊണ്ട് അല്ല, ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഷാനവാസിന് നെഞ്ചുവേദന, ഷാനവാസ് സമ്മതിച്ചല്ലോ, നെഞ്ചുവേദന ഉണ്ടായിട്ടാണല്ലോ പിടിച്ചിട്ടുള്ളത്. ഈ നെഞ്ചുവേദന ശരിക്കും പറഞ്ഞാൽ നെഞ്ചുവേദന ഉണ്ടായിട്ടുണ്ടാവും. ഒന്നാമത് എന്താ ഹാർട്ടിന്റെ കണ്ടീഷൻ അല്ലേ, ശരിക്കും നെഞ്ചുവേദന ഉണ്ടായില്ലോ. പക്ഷെ നെഞ്ചുവേദന ഉണ്ടായിട്ടുണ്ടാവും ഷാനവാസിന്. പക്ഷെ തിരിച്ചു വന്നാൽ എനിക്ക് വരാം, ഇടയ്ക്ക് ചോദിക്കല്ലേ, ഞാനൊരു കാര്യം പറയുമ്പോൾ നമുക്ക് മിസ്സായി പോകും. കാരണം ഷാനവാസിന് നെഞ്ചുവേദന ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്താ സംഗതി അറിയോ, ഷാനവാസിന് തോന്നിയത് ചിലപ്പോൾ ആ കവർ തട്ടിയ വേദന ആയിരിക്കും തോന്നിയിട്ടുണ്ടാവും. ആ ഒരു നിമിഷത്തിൽ മനുഷ്യന്റെ മനസ്സാണ്. BP ഉള്ള വ്യക്തിയാണ്. കാരണം എനിക്ക് BP ഉണ്ട് വിധു. ഞാൻ ഈ കാണിച്ചു കൂട്ടുന്ന സാധനങ്ങൾ എനിക്ക് അറിയുന്ന കാര്യമല്ലേ. ഞാൻ ആ സമയത്ത് എന്താ കാണിച്ചു കൊടുക്കുന്ന അപ്പൊക്കെ ആദ്യം അതിശയം ഉണ്ടാവും. ഇപ്പോഴത്തെ ശീലം ഉണ്ടാവുമല്ലോ അല്ലേ. ഇപ്പൊ കുറെ കാര്യം ഞാനും പല കാര്യങ്ങളും കാണിച്ചു വിട്ടുള്ളൂ. ദേഷ്യം വരുന്ന സമയത്ത് പല വിയേർഡായിട്ടുള്ള പരിപാടികളും ഞാൻ കാണിക്കലുണ്ട്. എൻ്റെ മനസ്സിലൂടെ അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉള്ള ഒരു വ്യക്തിക്ക് എന്തിലൂടെയാണ് ആൾ കടന്നു പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും കവർ തട്ടി എന്നുള്ളത്. ഇതൊരു പോസിബിലിറ്റി. 2ാമത്തെ പോസിബിലിറ്റി ഇപ്പോൾ അവൻ പറഞ്ഞത് കവർ തട്ടിച്ചിട്ട് തന്നെയാണ് എനിക്ക് ഇവനെ കവർ എറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്ക് വേദനിച്ചതെന്ന് അവൻ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഷാനവാസിനോടൊന്നും പറയില്ല. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞു. അപ്പൊ അങ്ങനെയാ ഒരുമാതിരി വർത്താനം അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ആ കവർ തട്ടി വേദനിച്ചതാ, കവർ തട്ടിയിട്ടാ വേദനിച്ചത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. എന്താണ് അല്ല അഭിപ്രായം കമന്റ് ചെയ്യാൻ അഭിപ്രായം കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരുപാട് കമന്റ്സ് വരും. ഈ കമന്റ്സ് തന്നെ ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരെ പറയില്ല കേട്ടോ. അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്നുള്ളതും എൻ്റെ വീഡിയോൻ്റെ അടിയിലിടുന്ന കമന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പുകളിൽ, അതായത് ഇപ്പോൾ ഷാനവാസിൻ്റെ ആണെങ്കിലും അനുമോളുടെ ആണെങ്കിലും അനീഷിൻ്റെ ആണെങ്കിലും ഇന്ന സ്ഥലങ്ങളിലുള്ള
ഗ്രൂപ്പുകളിൽ ഇവിടുന്ന് കോപ്പി ചെയ്തിടുന്നു, എന്നിട്ട് ഈ കമൻറ്റിന് പോയി ലൈക്ക് ചെയ്യാൻ പറയുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫ് ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കമൻസ് ജെനുവിനായിട്ട് ഇടുന്നവരായിട്ട് നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന്. പിന്നെ ക്യാപ്റ്റൻസി, ഇപ്പോൾ ഷാനവാസ് കയറി വന്നു, അത് പോട്ടെ. ക്യാപ്റ്റൻസിനെ കുറിച്ച് ചോദിച്ചു അല്ലേ? ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു. ആ വീക്കിലുള്ള 3 പേരുടെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിരുന്നു. ഈക്വലി മോശമായിരുന്നു. ബാക്കിയുള്ളവർ വളരെ കൃത്യമായിട്ട് പോകുന്നത് വരെ ഷാനവാസും, ഇൻക്ലൂഡിങ് ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തി ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിനെതിരായിട്ട് നിന്നിട്ടുള്ള ഷാനവാസ് ഉൾപ്പെടുന്ന അനുമോളും പെങ്ങന്മാർ, ബാക്കിയുള്ള പെങ്ങന്മാരുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരും ഈക്വലി മോശം തന്നെയായിരുന്നു. അതിൽ വേറിട്ട് നിന്നിട്ടുള്ളത് അനീഷും പിന്നെ രണ്ടാമത് സാബുമാനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അതിലും തന്നെ അനീഷിന് പലപ്പോഴും ഈ ആഴ്ച എനിക്ക് ഫേവറിറ്റിസം തോന്നി വിധോ. അനീഷിന് ഈ ആഴ്ച കുറച്ച് സെലക്റ്റീവ് ആയിരുന്നു തോന്നി. ഫേവറിറ്റിസം അനീഷും കുറച്ച് സെലക്റ്റീവ് ആയി തോന്നിയിട്ടുണ്ട്. അത് പോട്ടെ, എന്തായിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള പണിയാണ് ഈ ക്യാപ്റ്റൻസി 3 പേരുള്ളത്. ഈ പണി മനസ്സിലാക്കിയിട്ട് ഇവർ ബിഗ് ബോസിനോട് ഗെയിം കളിക്കണമായിരുന്നു. ബിഗ് ബോസ് നമുക്ക് ഇന്ന് തന്നിട്ടുള്ള പണിയാണ്, നമ്മൾ തമ്മിൽ ഐക്യണ്ടാവില്ല എന്നൊക്കെ തീരുമാനിച്ചു. പണി തന്നെയാണത്. അവര് ഉദ്ദേശിച്ചത് നല്ല ജോലിയൊക്കെ ഭയങ്കര സംഭവം കോമഡി ഒക്കെ ഉണ്ടാക്കട്ടെ. കോമഡി അതൊക്കെ വെറുതെ അവർ പറയല്ലേ. ഇവർ തിരിച്ച് ബിഗ് ബോസിനായിട്ട് കളിക്കണമായിരുന്നു. ഇവർ ക്യാപ്റ്റൻസി കൊടുക്കുന്ന സമയത്ത് സംഭവം സിമ്പിളായിട്ട് ക്യാപ്റ്റൻസി കൊടുക്കുമ്പോൾ കിച്ചൺ ടീം മറ്റവർക്ക് ഒഴിഞ്ഞു കൊടുക്കുക, എന്നിട്ട് ബാക്കി എന്തോ ചെയ്തുകൂടായിരുന്നില്ലേ? അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും ഇപ്പോൾ നെഗറ്റീവ് ആയി മാറി. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വരുന്നത്? ഇനി അടുത്ത ഡയലോഗ് വരാൻ പോണത് അക്ബർ ഗ്രൂപ്പ്, കുരുതിയിൽ വരുന്നുള്ള അക്ബറിന്റെ ഗ്രൂപ്പിൽ കയറിയിട്ടുള്ള ആര്യനും പോയി. മനസ്സിലായോ? തുടക്കം തൊട്ടേ അക്ബറിന്റെ ഗ്രൂപ്പിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ പോയി എന്നുണ്ട്. ഉണ്ട് അവിടെ ഉണ്ട് അല്ല, ഞാൻ പറയാം. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രോണോളജിക്കൽ ഓർഡറിൽ ഓരോരുത്തർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. എന്താ അങ്ങനത്തെ ഓർഡറല്ലേ, എന്തൊരു ഓർഡർ, അതിലിങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് പറയുന്നതിന് അടുത്തൊരു സംഭവം കൂടെ. ഇപ്പം 2 പേരും മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ അതുകൊണ്ടാണ് ആ അവസാനത്തെ ആദ്യം ആ ഒരു ജയിലിൻ്റെ ആ ഒരു സീന് കാണിച്ചിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ സീൻ അല്ലേ ഇത്? ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തുകൊണ്ട് നമ്മളെല്ലാവരും പറയും, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പക്ഷേ എനിക്കെന്തോ 100% ഞാൻ നെവിനെ ഷാനവാസ് വീണതിന് ശേഷം അഭിനയം എന്നുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ ക്രൂശിച്ചിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അക്ബറിനെയും ഷാനവാസ് മറ്റേ നെവിനെ ആണെങ്കിലും തള്ളി പറയാൻ എനിക്കെന്തോ കഴിയില്ല. നെവിനെ പറ്റി കുറ്റം അയ്യോ ഞാൻ വിളിച്ചു. ഓക്കെ, അങ്ങനത്തെ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എന്താ പറയാ, നെവിൻ ചെയ്ത പ്രവൃത്തി ശരിയല്ല, ഈ ഫുഡ് മാത്രം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അടുത്ത് ഈ ഒരു പ്രശ്നം ക്യാപ്റ്റൻസിയിൽ നെവിന്റെ ബിഹേവിയർ ശരിയല്ല പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് എതിരഭിപ്രായങ്ങളുണ്ട്. എൻ്റെ ഒരു എതിരഭിപ്രായം ഇത് മാത്രമേ ഉള്ളൂ. ഇവർ 3 പേരും എത്രത്തോളം മോശമായിട്ട് അവിടെ നിന്നോ അത്രത്തോളം മോശമായിരുന്നു ആ 3 പെണ്ണുങ്ങൾ. പറയാതിരിക്കാൻ വയ്യ. അത് കണ്ടില്ല, സ്ത്രീകളല്ല, അത് കണ്ടില്ല നടിക്കുന്നത് PR-കൾ ഉള്ളതുകൊണ്ടാണ്. അതെ, PR-കൾ ഉള്ളതുകൊണ്ടാണ്. ഈ PR എന്ന് പറഞ്ഞ സംഭവം ഒരു ഭയങ്കര സംഭവം എനിക്ക് മനസ്സിലായി. കാരണം അത്രയും മോശമായിട്ടാണ് ഇവർ ബിഹേവ് ചെയ്യണത്. അത്രയും മോശമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച മൊത്തം അവർ പെരുമാറിയത്. അപ്പൊ അതൊന്നും എടുത്ത് കാണിക്കണില്ല ഇപ്പൊ എപ്പിസോഡിൽ തോന്നാം. കാരണം ഇവര് ഫ്ലോർ ക്ലീൻ ചെയ്യണില്ല, ബാത്റൂം ക്ലീൻ ചെയ്യണില്ല, ഇവരുടെ പണികൾ എടുക്കണില്ല, ഇവര് വായിൽ തോന്നി ഇതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ 3 കുറ്റങ്ങൾ മൊത്തം ഈ 3 പേർക്ക് മാത്രം വന്നപ്പോ അവർക്കും അത്ഭുതമായി. അതാണ് അക്ബർ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പലപ്പോഴും അക്ബർ അയ്യോ അയ്യോ പറഞ്ഞിരിക്കുന്നത്. കുറ്റപ്പെടുത്തലുകളും അതിൽ നിന്ന് അന്തം വിടലൊന്നും ഇനിയിപ്പോ ബാക്കി വേറൊരു സ്ക്രിപ്റ്റും അല്ല എന്ന് വിചാരിക്കാം അല്ലേ? സെന്റിമെന്റ്സ് അടിച്ചെടുക്കാനുള്ള പരിപാടികളല്ല. പക്ഷെ എന്തോ എനിക്ക് ഇത് തീരെ ഇതായില്ല. കാരണം അതുകൊണ്ട് ഇപ്പൊ പിന്നെ എന്താ അറിയോ, അവിടെ ഉള്ള സ്ത്രീകൾ എപ്പോഴും ഈ വുമൻ കാർഡ് എടുക്കുകയാണ്, സ്ത്രീ കാർഡ്. അത് ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ശരിക്കും ഇങ്ങനെയൊന്നല്ല ബിഗ് ബോസിൽ അങ്ങനത്തെ സ്ത്രീ കാർഡൊന്നും എടുക്കാൻ പാടില്ല. ഞങ്ങൾ സ്ത്രീകൾക്കല്ലേ ഒരു പെൺകുട്ടിയല്ലേ ഇവിടെ വന്ന് ചെയ്യുന്നത്? അയ്യോ, അത് അനുമോളാണ് അതിന്റെ മെയിൻ ആണ്. ഒരു പെൺകുട്ടി അത് ചെയ്യുമ്പോൾ സമ്മതിച്ചൂടെ? അത് ഷാനവാസ് എന്തിനാ വന്നിട്ടും താങ്ങുന്നില്ലല്ലോ പെങ്ങന്മാരെ. ഇവൻ ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടെങ്കിലും പിന്നെ ഒരു ഇൻഡിവിജ്വൽ സ്ഥാനം അവിടെ ഇരിക്കില്ല, ഇവരവിടെ ഇരിക്കുകയാണ്. അവരെ കൂടെ ഇരുന്നിട്ട് പിന്നെ അടുത്ത പരിപാടി തുടരുകയാണ്. ഇതിൽ കണ്ടില്ലേ നൂറ പറഞ്ഞത്? നൂറയോട് പിന്നെ ചോദിച്ചു, ഓ ക്യാപ്റ്റനായിട്ട് നീ തുടങ്ങാല്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ക്യാപ്റ്റൻ ഒന്നല്ല, എനിക്ക് എല്ലാവരും എന്നോട് സഹകരിച്ചാൽ മതി. കഴിഞ്ഞ ക്യാപ്റ്റൻസിൽ ഈ 3 ആൾക്കാരോട് ഒരു തുള്ളി പോലും സഹകരിക്കാത്ത ആളാണ് നൂറ. ആദ്യം തുടങ്ങി. ഇതൊക്കെ എത്രത്തോളം നിങ്ങൾ കേൾക്കണവർക്ക് മനസ്സിലാവുണ്ട് എനിക്കറിയില്ല കേട്ടോ. ലൈവ് കണ്ടവർക്ക് അറിയാം, നൂറ ഒരു തുള്ളി പോലും സഹകരിച്ചില്ല. നൂറ അത് ചെയ്യോ ചോദിച്ചാൽ നൂറ ചെയ്യില്ല. പിന്നെ ഇവരുടെ ഭാഗത്തും ഉണ്ട് മിസ്റ്റേക്ക്, ഈ 3 ഭാഗത്തും ഉണ്ട് ക്യാപ്റ്റന്മാരുടെ അടുത്ത് മിസ്റ്റേക്ക് ഉള്ളത്. കാരണം എന്താ പറയാ, ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അതൊന്നും എടുത്ത് പറയാൻ പറഞ്ഞിട്ടില്ല. അവർ ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല. ഷാനവാസ് പറഞ്ഞിട്ടില്ല
ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ എങ്ങനെ പണി തരാം എന്ന് നോക്കുന്നു. പിന്നെ കുരുടിക്ക് കണ്ണു കൊടുത്ത പോലെയാണ്. എന്തൊക്കെ ഒരു വർത്താനാണ്. പിന്നെ രണ്ടാമത്തെ ഇവർക്ക് നമുക്ക് ഈ 3 ക്യാപ്റ്റന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവർക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവര് വെസല് കഴുകിയിട്ടില്ല. അപ്പൊ ലാലേട്ടൻ അതൊരു തെളിവായിട്ട് കാണിച്ചു കൊടുത്തിട്ട് പോയി നോക്കാൻ പറഞ്ഞു. അത് പക്ഷെ അതും കൊളായി. കാരണം എന്താ വെച്ചാൽ അപ്പോഴും ഈ അക്ബർ ഇവരൊക്കെ ചോറ് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇവര് ഉത്തരവാദിത്തക്കുറവുണ്ട്. അപ്പൊ ഈ 3 ഉത്തരവാദിത്തക്കുറവുണ്ട്. ആ ചോറ് കൊണ്ട് അനുമോള് കൊണ്ട് വന്നോണ്ട് അത് ഭയങ്കര മാസ് സീനായി മാറിയില്ലേ? ചോറ് അപ്പൊ പാത്രം കാണിക്കുന്ന ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം, ലാലേട്ടന് വീണ്ടും എടുത്തു ചോദിക്കാം, അതല്ല അനുമോളെ ഇപ്പൊ സത്യം പറഞ്ഞാൽ അനുമോളെ ക്രൂശിക്കുകയാണെന്ന് പറഞ്ഞവർക്ക് ഇപ്പൊ ഹാപ്പിയാണോ? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അനുമോളെ ക്രൂശിക്കലുണ്ടോ? ഈ വീക്കിലുണ്ടോ? എനിക്കറിയില്ല. സ്ഥിരമായിട്ട് ചോദിക്കരുത്. ഞാൻ ചോദിക്കണം, ഞങ്ങളോട് ചോദിക്കണം, അനുമോളെ ഈ വീക്കിൽ നിങ്ങൾക്ക് ഹാപ്പിയാണോ? ഹാപ്പി ആണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനാണ്. അല്ലെങ്കിൽ നിങ്ങളെന്താ നിങ്ങൾ ഒരു ആഴ്ചയെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ളത് എൻ്റെ കുറെ കാലത്തൊരു ജീവിതാഭിലാഷമാണ്. കാരണം എന്താ അറിയോ, എല്ലാ ആഴ്ചയും നിങ്ങൾ ഭയങ്കര വിഷമിച്ചിരിക്കാറ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചീത്ത പറച്ചിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ടാവും സമാധാനം. സത്യം അയ്യോ ലാലേട്ടനെ മറ്റേ തെറിവാക്കുകളൊക്കെ വിളിക്കുന്ന അനുമോളുടെ ടീംസൊക്കെ ഉണ്ട്. അനുമോളുടെ ഒരാളുണ്ടല്ലോ, ലാലേട്ടനെ പറയാൻ തെറികൾ ബാക്കിയൊന്നുമില്ല. ഇത് അത്രയും അന്തം കെട്ട ആൾക്കാർ വേറില്ല അല്ലേ? കാരണം ലാലേട്ടനാണ് ഇതിന്റെ പുറകിൽ വെച്ചിട്ട് അയാൾക്ക് എന്തിനാ ഈ ലാലേട്ടനെ പോലെ ഒരു മനുഷ്യനൊക്കെ ഇങ്ങനെ തെറി പറയുന്നത്? ഒരു റീലുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളതിന് കുറെ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ആ സമയത്ത് പിന്നെ അഥവാ ലാലേട്ടന്റെ പൊട്ടബുദ്ധിയിലോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആരെങ്കിലും പൊട്ടബുദ്ധിയിൽ അത് നിൽക്കട്ടെ അനുമോളെ, ആ മറ്റേ പാത്രം കാണിക്കൂ, കഴുകാത്ര വെള്ളം ഒഴിച്ച് വെച്ച പാത്രം എന്തുകൊണ്ട് അനുമോള് കഴുകിയില്ല എന്ന് ഏറ്റ പറഞ്ഞാൽ ഇന്നിപ്പോ സീന് മാറിയനെ. അനുമോളെ വീണ്ടും ക്രൂശിക്കലാക്കി മാറ്റിയനെ അല്ലേ? അപ്പോൾ ഒരു കാര്യത്തിലേ ഉള്ളൂ, തൽക്കാലം വേറൊരു കേസും കൂടി അറിയാതെ പോയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ഈ ആഴ്ചത്തെ വീഡിയോയിൽ ലാലേട്ടൻ ചോദിക്കണം, ലാലേട്ടൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഭക്ഷണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്നൊരു ഷോയിൽ ചോദിക്കാൻ വിട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉപ്പുമാവിൻ്റെ കേസിൽ അനുമോൾ എടുത്തിട്ടുള്ള നിലപാട് വളരെ മോശമായിരുന്നു. ഭക്ഷണം മനുഷ്യനുണ്ടാക്കി വെച്ചിട്ടുള്ള മനുഷ്യന്മാർ അതിൻ്റെ ഉള്ളിൽ കഴിക്കുന്ന ഭക്ഷണം, ഇത്രയധികം ഭക്ഷണം കിട്ടാത്തൊരു സ്ഥലത്ത് വന്നിരുന്നിട്ട് ഇത്രയധികം ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ പുറത്തേക്ക് എന്ത് ഔട്ട് പോകില്ല എന്നുള്ളത് അറിഞ്ഞ് പേടിച്ചിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇരിക്കുന്ന സമയത്ത് അത്രയും ധാർഷ്ട്യത്തോടു കൂടി അനുമോള് ആ ഭക്ഷണ സാധനത്തിനെ, ഉപ്മാവരുടെ ഭക്ഷണ സാധനത്തിനെ അത്ര അധികം അവഹേളിച്ചിട്ടുണ്ട്. അത് ചോദിക്കണമായിരുന്നു എന്നുള്ളത് എനിക്കൊരു പേഴ്സണൽ അത് എടുത്തിട്ടു, എന്നിട്ട് പോലും മൈൻഡ് ചെയ്തില്ല. പക്ഷെ അതൊന്നും ചോദിക്കാനോ അത് പ്രശ്നം ആർക്കും ഇല്ല. അതായത് അനുമോൾക്ക് ആ ചോറ് അവർക്ക് അതില്ല, അനുമോള് ഇവർക്ക് ടീമിന് ആ ചോറ് കളയണേനുള്ള പ്രശ്നം പറഞ്ഞല്ലോ, വേസ്റ്റ് ആക്കണു, ഭക്ഷണം വേസ്റ്റ് ആക്കണു. ഈ ഉപ്പുമാവ് ഇങ്ങനെ കൊണ്ടുവച്ചു കൊടുത്ത ഉപ്പുമാവ് ഒട്ടിപ്പിടിക്കണു. അത് എന്താല്ലേ എനിക്കറിയില്ല കേട്ടോ. ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ആരുണ്ടാക്കി തന്ന ഭക്ഷണമാണെങ്കിലും ആ ഭക്ഷണം നമ്മൾ അവരോടനെ ഒട്ടിപ്പിടിക്കുക, നീ ഉണ്ടാക്കി എനിക്ക് ഇഷ്ടമില്ല. നമ്മളെ മനസ്സിൽ അത് ചിലപ്പോൾ ടേസ്റ്റ് ഇല്ല, ഇഷ്ടമല്ല തോന്നിയാലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഫസ്റ്റ് അനുമോള് എന്ന് പറഞ്ഞ പെൺകുട്ടി പഠിക്കേണ്ട കാര്യമാണ്, ഒരാൾ ഉണ്ടാക്കി തരുന്ന ഫുഡ് അത് ഒട്ടിപ്പിടിക്കണോ ഇഷ്ടമല്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇതാണ് ഫസ്റ്റ് പഠിക്കേണ്ട ഒരു ശീലം. എന്നിട്ട് അത് പറഞ്ഞാൽ എന്താ, എനിക്ക് വേണ്ട, അത് കഴിക്കാൻ കൊള്ളില്ല ഭക്ഷണം മാത്രമേ അവിടെ എല്ലാവരും കഴിച്ചിട്ടുള്ളൂ ഇത്രയും ദിവസം. നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഉപ്പുമാവ് അങ്ങനെ ആയി പോവില്ലേ ചില സമയത്ത്. അപ്പൊ കുട്ടിയുടെ ആരെങ്കിലും പറയൂ ഇതെന്താ ഫുഡ്, ആ ഫുഡ് അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. അതെന്താ ലാലേട്ടൻ ചോദിക്കുക, അതിൽ എനിക്ക് ഭയങ്കര വിഷമം. അയ്യോ ചോദിക്കരുത് വിധോ, ചോദിക്കാതിന്റെ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി, നിങ്ങൾ ഹാപ്പി ആവണം, അങ്ങനത്തെ ടീം ഹാപ്പി ആയിരിക്കണം അല്ലേ? എന്തായാലും വേറെ എന്താ എഴുതിയിട്ടുള്ളത്, ഞാൻ ഇന്ന് എഴുതിയതൊക്കെ വളരെ കറക്റ്റ് അല്ല, ക്ഷമിക്കണം. അപ്പൊ ആഹാരത്തിന്റെ വില. പിന്നെ ഷാനവാസ് ഒന്ന് നോക്കിക്കോളൂ, അതാണ് ഇന്നത്തെ ഫേമസ് ഡയലോഗുകൾ. ഷാനവാസ് ഒന്ന് നോക്കിക്കോളൂ പറഞ്ഞിട്ട് ലാലേട്ടൻ പോയി. എൻ്റെ പൊന്നാര ഷാനവാസ് എന്തായാലും കേൾക്കില്ല. സത്യം പറഞ്ഞ ഷാനവാസിനും ഇത് നെഗറ്റീവാണ് അടിക്കുന്നത്. അന്തങ്ങൾക്ക് അറിയില്ല കേട്ടോ, ഈ അന്തം എന്ന കാറ്റഗറി അല്ലാതെ അന്തങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് നെഗറ്റീവാണ് ആ മനുഷ്യൻ അടിക്കുന്നത് എന്നുള്ളത് ബിഗ് ബോസ് എന്നുള്ള ഷോ അറിയണവർക്ക് അറിയുള്ളൂ. ഇതെന്താ കൊണ്ട് അറിയാത്തറിയോ, ഇനി വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വിളിക്കരുത്. സോഷ്യൽ മീഡിയയിൽ ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉള്ള ഓൾറെഡി ഒരു താരമായിട്ട് ആൾക്കാർ വാഴ്ത്തുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ് ഇത്. കാരണം എന്താ അറിയോ, വലിയൊരു ഫാൻ ഫോളോയിങ് രുദ്രനുണ്ട്. അപ്പോൾ ആ ഒരു അവർക്ക് ബാക്കിയൊന്നും അറിയില്ല. ഇതിപ്പോൾ ഷാനവാസെ ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ അതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ കഴിഞ്ഞ വീക്കിലൊക്കെ ലൈവ് കണ്ട വ്യക്തികൾ അതിൻ്റെ പോരാത്തതിന് ലൈവ് അവിടെ കാണാത്ത ഷാനവാസ് വന്നിട്ട് ഇതൊക്കെ ഇൻസ്പെക്ട് ചെയ്തിട്ട് പെങ്ങന്മാർ ആങ്ങളയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് പെങ്ങന്മാരുടെ കൂടെ ആങ്ങളെ കൂടുന്ന സമയത്ത് അതിൻ്റെ വിലയാണ് ഇടിയെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. നമ്മൾ ഈ ഷോ കാണുന്നതുകൊണ്ട് പറയാൻ കേട്ടോ.
എന്തായാലും ഭക്ഷണത്തിൻ്റെ കേസ് ഷാനവാസ് ഫുഡ് ഇൻസ്പെക്ടർ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. പിന്നെ ജയിൽ നോമിനേഷൻ. അത് പിന്നെ ജയിൽ നോമിനേഷൻ സ്വാഭാവികം ഇത്ര തന്നെ ഉള്ളൂ. പക്ഷേ അതിലെന്തായാലും അനീഷ് വന്നിട്ടുണ്ടായില്ലേ, അനീഷ് പിടിച്ചിട്ടില്ലേ, അത് അക്ബറും ആരൊക്കെയാ പിടിച്ചിട്ടില്ല. അവിടെ അനീഷിനെ പിടിച്ചിട്ടില്ല. അനീഷ് പിന്നെ ഇല്ലാത്തൊരു ജയിലിന്റെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോകേണ്ട അവസ്ഥ ഒന്നുമില്ല. അക്ബറും പിന്നെ നെവിനും കൂടി ജയിലിൽ കിടക്കുന്ന ആ ഒരു മൊമെന്റ് നമ്മൾ കാണിച്ചിട്ടില്ല. എന്തായാലും നല്ലൊരു മൊമെന്റ് ആയിരുന്നു. നമുക്കത് പിന്നെ ഒരു അത് ചെറുതായിട്ട് എനിക്ക് അക്ബർ പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോഴേ ചെറുതായിട്ടൊക്കെ ഒരു സങ്കടം തോന്നിപ്പോയിട്ടോ. മറ്റേ സാബുമാനോട് പറഞ്ഞു എന്നോട് സംസാരിക്കണം കേട്ടോ, വേറെ ആരും ഇല്ല, എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ല, മറ്റവർക്ക് ഒന്നും എന്നെ ഇഷ്ടമല്ല, സംസാരിക്കാൻ ഇഷ്ടമല്ല, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് സംസാരിക്കാതിരിക്കുമോ. ഇത് വേറെ കാര്യം ശ്രദ്ധിച്ചു, ഷാനവാസ് ഇപ്പോഴും ആദ്യത്തെ ആഴ്ചയിലാണ് നിൽക്കുന്നത്. എപ്പോഴും അക്ബർ ബുദ്ധി കേന്ദ്രം എപ്പോഴും ഷാനവാസ് ചില ആൾക്കാർ. അക്ബറിന്റെ അവസ്ഥ എന്താ അറിയോ, മറ്റേ സിനിമ ഞാൻ പോലും അറിഞ്ഞില്ല, ഞാൻ മറ്റേ ഇതില്ലേ അതോലോ ഞാൻ പോലും അറിയാം. എനിക്കതല്ല തോന്നുന്നു, എനിക്കതല്ല തോന്നുന്നു. എനിക്ക് എന്റെ കേസിൽ എന്താ അറിയോ, ഈ പഞ്ചാബി ഹൗസിലേ മറ്റേ ദിലീപ് ഓടിപ്പോയി കഴിയുമ്പോ ഹരിശ്രീ അശോകനൊരു ഇരുത്തുണ്ട്, മുതലാളി അവൻ വീണ്ടും പോയി. കാരണം ചെറിയ മുതലാളി വീട്ടിൽ പോയി. അക്ബർ തലേ കഴിച്ചിരിക്കും അടുത്ത് വരെ. ഷാനവാസ് ഇപ്പോഴും ആദ്യത്തെ ആഴ്ച കിടക്കപ്പോഴും ബുദ്ധികേന്ദ്ര അക്ബറാണ് പറഞ്ഞിട്ട് ബാക്കി കുറെ കാര്യങ്ങൾ നടന്നു ഈ ചങ്ങായി അന്ന് അവിടെ കാണിച്ചു കൂട്ടിയിലൊന്നും അക്ബർ ഇല്ല. ലൈവ് കാണുന്നവർ ഞാൻ ഇനി അക്ബറിനെ തങ്ങിയിട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട. എന്റെ വീഡിയോസ് കണ്ടാറ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഉള്ള കാര്യം അതൊരു മനുഷ്യനല്ലേ. ആ മനുഷ്യനെ അക്ബറിന്റെ പ്രത്യേകം എന്താ അറിയോ, അക്ബർ എപ്പോഴും ഞാൻ എത്ര കേസിൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ അക്ബറിന്റെ PR ആക്കണില്ലേ, അതെന്താ കാരണം? അയാൾക്ക് ആരുമില്ല. ഞാൻ പറയാൻ അറിയോ, അക്ബർ എല്ലാ കാര്യങ്ങളും മയത്തിലെ ആദ്യം പറയുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 3-4 തവണ മയത്ത് പറഞ്ഞതിന് ശേഷം മാത്രം എന്തോ ശബ്ദം കേട്ടായി തോന്നി, ക്ഷമിക്കണം. 3-4 കാര്യങ്ങൾ മോട്ടോർ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാനത് ഓഫറിലല്ലോ, ഇപ്പൊ ഇത് ബെല്ലടിക്കണ്ടല്ലോ, അല്ല വെള്ളം വീണില്ലല്ലോ, സോറി കേട്ടോ. അപ്പോൾ അക്ബർ 2-3 പ്രാവശ്യം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മര്യാദയ്ക്ക് പറഞ്ഞിട്ടേ ചൂടാവുള്ളൂ. അക്ബറിന്റെ PR ആക്കൂ ഇന്ന പ്ലീസ്, അതെങ്കിലും ചെയ്യൂ. അത് പോട്ടെ, അത് കഴിഞ്ഞു. പിന്നെന്താ വേറെന്താ ഇത് അക്ബറിന്റെ ഇൻഫ്ലുവൻസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്താ പറയുക, ഷാനവാസ് ഈ വീട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ അല്ലേ, മുതിർന്ന ഓരോരുത്തരും ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞല്ലോ, അതില് ഷാനവാസ് ഇല്ലായിരുന്നെങ്കിൽ മുതിർന്ന ചേട്ടൻ ഇതെന്താ വാത്സല്യ സിനിമയോ? അല്ല ഇനിയിപ്പോ അങ്ങനെയായിരിക്കും അവിടെ വാത്സല്യ സിനിമയത്തെ വരിയായി. അല്ലെങ്കിൽ ഷാനവാസിന് നടത്തത്തിലൊരു ചെറിയൊരു നടത്തത്തിൽ കുറച്ചൊരു മമ്മൂക്കുണ്ട് ഷാനവാസിന് പല നടത്തത്തിലും. ഇപ്പൊ വാത്സല്യം കുറച്ച് അനീഷിന്റെ വക കുറച്ച് കൃഷിപ്പാടം സംഭാവന ചെയ്യുക, ഷാനവാസ് അവിടെ പോയി കൃഷി ചെയ്ത് ഇവരെ ഊട്ടുക. അല്ല ഷാനവാസ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഷാനവാസ് ഇനി എന്താ അറിയോ, എനിക്ക് പ്രശ്നം എന്താ അറിയോ, ഷാനവാസ് ഇനി പെങ്ങന്മാര് പറയണത് കേട്ടിട്ട് അതേപോലെ തുള്ളാതിരുന്ന ഷാനവാസ് നല്ലത്. സ്വന്തമായി തിങ്ക് ചെയ്തിട്ട്, അല്ലാണ്ട് ആദില പറഞ്ഞു, നൂറ പറഞ്ഞു, അനുമോള് പറഞ്ഞു പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് കാണുമ്പോഴാണ് ഇറിറ്റേഷൻ വരിക. തുടങ്ങുകയെ കാരണം വെച്ചാൽ ഇവരെന്തൊക്കെയോ പറഞ്ഞു കൊടുക്കും. അതൊക്കെ അവരോട് ചോദിക്കാനുണ്ടല്ലോ ഓരോന്നും, അത് കേട്ടിട്ടാണോ ഇനിയുള്ള ഗെയിം പോവുക. അപ്പൊ ചിലപ്പോ അനീഷിനെ ഒഴിവാക്കും. അപ്പൊ വരാ ഒരു പറച്ചില് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി, നമ്മളെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ യോജിപ്പുണ്ടാവും വിയോജിപ്പുണ്ടാവാം. നമ്മളെ അഭിപ്രായം പറഞ്ഞിട്ട് പോയിട്ടേ ഇറപ്പേ. നെവിന് കിട്ടിയ പണിഷ്മെന്റ് പണപ്പെട്ടി ഭയങ്കര കൂടിപ്പോയി. ഞാൻ ഇവിടെ എഴുതി വെച്ച കൂടിപ്പോയി അല്ലേ, ഞാൻ ആ ഓൺ ദ സ്പോട്ടിൽ എഴുതിയ സാധനമാണ് കൂടിപ്പോയി. നെവിൻ അത് അങ്ങനെ പണപ്പെട്ടി ഞാൻ പറഞ്ഞിരുന്നു ഇതിന് മുന്നേ വീഡിയോയിൽ ഔട്ടാക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ജയിലിലുള്ള സീനൊക്കെ കണ്ടുവെച്ചാൽ മനസ്സിലാവും. കാരണം ആ പണപ്പെട്ടി അവിടെ വെച്ചിട്ട് ഈ ഗെയിം കളിക്കുന്ന സമയത്ത് നെവിന് മാത്രം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര തെറ്റായി പോയി. നെവിൻ അതിന് മാത്രമുള്ള കുറ്റം ചെയ്തിട്ടില്ല ആ വീട്ടിൽ, അതിനുള്ള ചെയ്തിട്ടില്ല. ഫിസിക്കൽ അസോൾട്ട് എവിക്ട് ചെയ്തോട്ടെ, റെഡ് കാർഡോ കൊടുത്തോട്ടെ, പക്ഷെ പണപ്പെട്ടി അത് ഈ പണപ്പെട്ടി വേറെ ആർക്കെങ്കിലും മാറ്റി വെക്കാൻ ഇവര് വിചാരിച്ചിട്ടുണ്ടോ അറിയില്ല. ആർക്കെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇത് സംഭവം എങ്ങനെ ഉണ്ടാവാൻ പോണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദില പണപ്പെട്ടി എടുത്തോണ്ടു, നൂറ ഫൈനൽ 5 വരെ നിൽക്കുകയും ചെയ്യും, അനുമോള് കപ്പും കൊണ്ടുപോകും. അപ്പൊ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ ആദിലേക്ക് ഒരു വീട്ടിൽ തന്നെ എല്ലാം സെറ്റായി, അവര് സെറ്റായി, അനുമോളുടെ കാര്യം സെറ്റായി, അനീഷ് ഫൈനൽ 5 വരെ എത്തുണ്ടായിരിക്കും. അനുമോള് കാശ് കൊടുത്തു എന്നുള്ളത് ഇന്നത്തെ ആര്യന്റെ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ എന്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അതെ, അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതിൽ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ
ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം ആദിലയും നൂറ് ഇവർക്ക് വേണ്ടി മാത്രമുള്ള പോലെയും അല്ലേ, എല്ലാവർക്കും ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സീസൺ. അവര് ഭയങ്കര ഗെയിമേഴ്സ്, ഭയങ്കര രണ്ട് സംഭവം കുട്ടികളാണ് ഈ തിരക്കില്ല, ഒന്നുമില്ല. ആദിലയ്ക്കും നൂറയ്ക്കുള്ള സീസൺ ആയിരുന്നു കേട്ടോ. അത് ശരിയാണ്. പല ആൾക്കാരും പറഞ്ഞ സമയത്ത് ഞാൻ ഈ ആദിലും നൂറിനെ ആദ്യം കുറെ സപ്പോർട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസും കമന്റ്സും ഒരുപാട് പേര് റിയാക്ട് ചെയ്ത വീഡിയോസ് ഒക്കെ എതിരായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടിയിട്ടാണ്, ഇതിൽ വേറെ അജണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ അങ്ങനെ തോന്നുക, കാരണം പാർപ്പിട്ടൊരു വിഷയം വന്നോണ്ടാട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ നൂറ ഈ ലാസ്റ്റ് വീക്ക് നന്നായി കളിച്ചു എന്നുള്ളത് സത്യം. ഫിസിക്കൽ ടാസ്ക് നന്നായി ചെയ്തു, ഓരോ ടാസ്ക് നന്നായി ചെയ്തു, അതിന്റെ ഇത് കിട്ടുകയും ചെയ്തു. നൂറ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ഇപ്പൊ പെൺകുട്ടി തന്നെ പറയാം, കാരണം അത്രയും ആൾക്കാരെ ഇതാക്കിയിട്ട് ചെയ്തു. പക്ഷെ അതിലതിന് മാത്രം എന്താ അവിടെ ചെയ്യുന്നത്? അത് വേറെ ഗെയിമർ അല്ലേ, നൂറ. അതുപോലെ തന്നെ നൂറ ഇത്രയും കളി ഈ വീക്കാണ് ഈ നൂറ ശരിക്കും കളിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ 2 ആഴ്ചയൊന്നും നൂറ ആദ്യത്തെ കുറച്ചു കാലം ഒന്നും ചെയ്തിരുന്നില്ല. വേറെ ടാസ്ക് പോലും നൂറയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ ചെരുപ്പിന്റെ ടാസ്കിനൊക്കെ നൂറേനെ പൊക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആക്കി റോളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്താന്ന് പോലും മനസ്സിലാവാത്ത പൊട്ട കളി കളിച്ചിരുന്നു. ഒരു ബാക്കിയാണ് അത്. ചില ഷോക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ അതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പിന്നെ എവിക്ഷൻ വളരെ ക്ലിയർ ആയിട്ട് ആര്യന്റെ കേസ് നമ്മൾ പറഞ്ഞു, അൺഫെയർ എവിക്ഷൻ തന്നെ ആയിരുന്നു. എന്ന് വെച്ചിട്ട് ആര്യൻ അവിടെ ദിവസം മുഴുവൻ അവിടെ നിൽക്കണം എന്നൊരിക്കലും നമ്മൾ പറയുന്നില്ല. സാബുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അവിടെ ഉണ്ട്, മനസ്സിലായി. അത് മാത്രം ആദിലുണ്ട്, സാബുമാൻ ഉണ്ട്. പിന്നെ ആര്യനേക്കാൾ കളിക്കാത്ത വേറെ ആൾക്കാരുണ്ട്, പേര് പറയാൻ ചീത്ത പറയണ്ട, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഷാനവാസ്, അതെ, ഡെഫിനറ്റ്ലി പറയാതിരിക്കാൻ പറ്റില്ല. ഷാനവാസ് എന്ത് കോൺട്രിബ്യൂഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ താര പരിവേഷങ്ങളുള്ളവർ വന്നു കഴിഞ്ഞ പ്രശ്നമാണ് വിധു. കഷ്ടപ്പെട്ടവരൊക്കെ പോവാ ഗെയിം ആട്ടോ, ബിഗ് ബോസിന്റെ ഗെയിം കോണ്ടന്റ് ആട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിൽ ആൾക്കാർ തിരിച്ചു പറയുമായിരിക്കാം, അപ്പൊ നമ്മൾ ഷാനവാസിനേക്കാളും മുകളിൽ ആര്യനെ കാണുന്നു എന്നല്ല പറഞ്ഞു എവിക്ഷൻ കാര്യം പറയുന്ന സമയത്ത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നമുക്ക് അതിലൊരു കാര്യം, എവിക്ഷന്റെ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൊരു സംഗതിയാണ്, ആര്യൻ അനുമോൾക്ക് കൈ കൊടുക്കില്ല എന്നുള്ളത് ഞാൻ 100% ആൾക്കാരൊക്കെ ചിത്ത പറയണ്ട ആര്യനെ. ഒരു ചീത്തയും പറയല്ല. അതിന് വേറൊരു സംഭവം, ഒരു ചീത്തയും പറയല്ല. എന്താ ചീത്ത പറയാനുള്ളത്? കാരണം എടി ആര്യൻ്റെ ലൈഫിൽ വലിയൊരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ വർത്താനം എന്താ, ഞാൻ അന്നത്തെ വീഡിയോ എന്താ പറഞ്ഞറിയോ, അനുമോള് ഈ ജിസൈലിനെയും കബിലിനെയും കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഇതിപ്പുണ്ടല്ലോ. ഇപ്പൊ അടുത്ത് ഒക്കെ ആയിട്ടല്ലോ നമ്മളിങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം. ആദ്യമൊക്കെ അനുമോള് പറയുന്നത് ശരിയാന്ന് ഒരുപാട് സപ്പോർട്ട്. പിന്നെ ഡ്രാമയെന്ന് നമുക്ക് തന്നെ സ്വയം മനസ്സിലായി തുടങ്ങി. ഡ്രാമയെന്നുള്ള നമുക്ക് കാരണം അനുമോളെ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം വെച്ചാൽ ശരി, ഞാൻ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ അനുമോളല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോഴും ഞാൻ ബിഗ് ബോസിൽ ലാലേട്ടൻ അനുമോളെ പൊളിച്ചടക്കിയതിന് ശേഷം അനുമോളെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു അത് കണ്ടത് അതിന് മാത്രമേ അറിയുള്ളൂ, ചിലപ്പോൾ ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ഒരു പുതപ്പിന്റെ സീനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു. പക്ഷേ ആര്യൻ ഇത് അനുമോളോട് കോംപ്രമൈസ് ആവാതെ ഇറങ്ങിയ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം, എന്താ റീസൺ എന്നുള്ള കാര്യം ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ആര്യൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു, ശരി ഉണ്ടായിരുന്നു എന്നുള്ളത് ഏകദേശം വളരെ കൃത്യമായി. നേരെ മറിച്ച് കോംപ്രമൈസ് ആയിരുന്നെങ്കിൽ ലൈറ്റാക്കിയിട്ട് എടുത്തു എന്നുള്ളതല്ലേ അല്ലേ ആ ഒരു സംഭവം. എന്തായാലും അവിടുന്ന് മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഞാൻ അതിൻ്റെ ഡ്രാമ അടുത്ത ആഴ്ച കാണാം അല്ലേ. പക്ഷെ എന്താണെങ്കിലും ലാലേട്ടൻ്റെ ആ ഒരു സ്വീകരണം അത് ചില്ലറ കാര്യമല്ല കേട്ടോ. ആര്യൻ എല്ലാ എവിക്ഷൻസും ആര്യൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആര്യൻ്റെ എവിക്ഷൻ മറ്റുള്ളവരുടെ എവിക്ഷനായിട്ട് ലാലേട്ടൻ്റെ ആ ഒരു സീന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്പർ 1 ആയിട്ട് ലാലേട്ടൻ സ്വീകരിച്ചത് ആര്യനെ ആയിരുന്നു. അതിന്റെ വീഡിയോ കാണിച്ചപ്പോ തന്നെ മനസ്സിലായില്ലേ ഇതിന്റെ ഉള്ളില് ആ ബിഗ് ബോസ് ഹൗസില് എത്രത്തോളം ആര്യൻ ചെയ്തിട്ടുണ്ട്. സാബുമാന്റെ വീഡിയോ ഒന്നും കാണാൻ താല്പര്യമുണ്ട്. കഷ്ടായില്ലേ ശരിക്ക് സാബുമാനൊക്കെ നിന്നിട്ട് ആര്യൻ ഔട്ടായത്. ഞാനൊരു ഗെയിമിന്റെ വ്യൂവിൽ പറയാട്ടോ, അല്ലാണ്ട് ആര്യം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ. എവിടുന്ന പറഞ്ഞത്, പിന്നെ നോ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റേറ്റിലാണ്. അതൊരു അവസ്ഥയല്ലേ. കാരണം ഇപ്പൊ ഔട്ടാവോ ഇല്ലേന്ന് അറിയാത്തൊരവസ്ഥയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ നമ്മൾക്ക് പറയാൻ പറ്റില്ല, ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ ഞാൻ അവിടെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം കേട്ടോ, നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു ആര്യൻ. അതുപോലെ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് അക്ബർ. അതേപോലെ നന്നായി സംസാരിക്കാൻ അറിയാം നെവിൻ എന്ത് നന്നായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പം പറഞ്ഞിട്ടില്ലേ, ആര്യം പറഞ്ഞിട്ടില്ലേ, നമ്മള് രണ്ടുപേരും അവരുടെ ആൾക്കാരാണ് പറയും. അവരുടെ ക്യാപ്റ്റൻസിനെ പറ്റി കുറ്റവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നും ആൾക്കാരെ മര്യാദക്കുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് സൗത്തിലെ ആൾക്കാർ നോർത്തിൽ വന്നാൽ കളിയാക്കും, നേരെ തിരിച്ചു വന്നാൽ നിങ്ങൾ കളിയാക്കും. അതൊക്കെ എന്ത് മീനിങ് ഉള്ള കാര്യങ്ങളാണ്. എന്തായാലും നൂറേനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ട്. ബാക്കി ഞാൻ നൂറയും പെങ്ങള് ക്യാപ്റ്റനാണ്, ആങ്ങളെ കൂടെ ഉണ്ടായിരിക്കും ബാക്കില്. പാർട്ട്ണർ ഉണ്ട്, ആങ്ങളുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, എല്ലാരും ഉണ്ട്. അടിപൊളി കുടുംബല്ലേ.
ഒരു കൊച്ചു കുടുംബം. ഒറ്റ സെക്കൻഡ് ക്ഷമിക്കണം. കൊച്ചു കുടുംബം, 2 പെങ്ങന്മാർ അല്ല 3 പെങ്ങന്മാർ, ഒരു ആംഗ്ല ജഗതി ഒളശ, OP ഒളശ, ഒരു സുഹൃത്ത്, ഒരു കാര്യസ്ഥൻ, അതിലേക്ക് ഒരു ബോംബ് 2 ബോംബ്, ആര്യന്റെ വക 1 ബോംബ് 2 ബോംബ്, അക്ബറിന്റെ ബോംബ്. അങ്ങനെ ആ സന്തുഷ്ട, ആ ഷാനവാസും പെങ്ങന്മാരുള്ള സന്തുഷ്ട കുടുംബം. OP ഒളശ. അയ്യോ പോട്ടെ. എന്തായാലും ഗ്രൂപ്പിൽ നിന്നൊക്കെ എഴുതിച്ചിട്ട് ഇക്കും പെങ്ങന്മാരോട് ഇന്ന് സംസാരിക്കാതെ ലാസ്റ്റ് കാണിച്ചിട്ടുള്ളത് പാലും പാക്കറ്റ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? പഴയ ഗ്രഡ്ജ് എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട് എന്തൊക്കെയോ. എന്തായാലും എനിക്ക് കേൾക്കാൻ അറിയില്ല. ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളാട്ടോ ഞങ്ങൾ പറഞ്ഞത്. എപ്പിസോഡ് ഒരു പ്രശ്നമില്ല. അൺഫെയർ എവിക്ഷൻ ആയി തോന്നി. ശരിക്കും അതെ, നല്ലൊരു എവിക്ഷൻ ആയിരുന്നില്ല. നല്ല സങ്കടമുണ്ട്. നല്ലൊരു പ്ലെയർ പോയി, അത്രേ ഉള്ളൂ. ഇതൊക്കെ എന്താ പറയുക, നമുക്ക് ഈ കഴിഞ്ഞ ഇത് പ്രകാരമുള്ള വിധം സംഭവം എന്താ പറയുക, നമ്മളെ കാര്യങ്ങൾ ഇപ്രാവശ്യം കഴിഞ്ഞ സീസൺ പോലെ, കഴിഞ്ഞ 2 സെക്കൻഡ് കാര്യം പറയാം, കഴിഞ്ഞ 2 സീസൺ പോലെ അല്ല വിധം ഇപ്രാവശ്യം നമുക്ക് മനസ്സാക്ഷിക്ക് നമുക്കൊരു സന്തോഷമല്ലേ ഇത്. ഓരോ വീഡിയോ കഴിയുന്ന സമയത്തും ഇനി കമൻസ് ഭൂരിഭാഗം നല്ലതാണ്, നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു 90% നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നവരാ. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല, എന്താ പറയുക, ഇനി അങ്ങനെ പറഞ്ഞതാണെന്ന് അറിയില്ല, അത് പറയില്ല. അതായത് ശരിക്ക് ഈ ബിഗ് ബോസ് ഷോ കണ്ടിട്ട് വിലയിരുത്തുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് ഒരുപാട് നമുക്ക് കമന്റ് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ നേരിട്ട് കാണുന്നവരോ. അതെ, അല്ലാണ്ട് നിങ്ങൾക്ക് അനുമോള ദേഷ്യാണ്, മറ്റുള്ള ദേഷ്യാണ്, ഇഷ്ടമല്ല, എന്ത് നിങ്ങളുടെ പറയണം, അങ്ങനത്തെ ആൾക്കാർ കുറെ ഉണ്ട്. അതൊന്നും പിന്നെ സാരില്ല, സാരില്ല, അത് കുഴപ്പമില്ല. അതെല്ലാം മിക്സർ ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ അവിടെ ഒരു ചെയ്യുമ്പോ രണ്ടും നമ്മൾ ഫേസ് ചെയ്യണല്ലോ. അതൊന്നും കുഴപ്പമില്ല. മാനസികമായിട്ട് നമുക്കൊരു ഇപ്രാവശ്യം അതാണ്. ഇപ്രാവശ്യം നമ്മൾ മനസ്സാക്ഷി നമ്മൾ വഞ്ചിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ തെറ്റായിരിക്കാം, ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും കേട്ടോ. അത് ഇറ്റ് ഹാപ്പൻസ്. പിന്നെ ഇപ്പം എന്താ പറയുക, 15 ദിവസം കഴിഞ്ഞാൽ നമ്മളും സാധാരണ മനുഷ്യന്മാരായി, ഞാൻ വേറുള്ള റിയാക്ഷനിലേക്ക് തിരിയും. എല്ലാവരും സാധാരണ പരിപാടിയുള്ളൂ. പക്ഷെ ഒറ്റ കാര്യത്തിലുള്ളൂ, താരപരിവേഷങ്ങൾ ഉള്ളവർ ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ അതിനനുസരിച്ച് താരപരിവേഷമുള്ള ആൾക്കാർ അപ്പുറം വരിക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയോ, ഈ PR അടുത്ത പ്രാവശ്യം ഈ PR എന്തായാലും ഉണ്ടാവും. അതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. ഇതിനുള്ള ആൻസർ വളരെ കൃത്യമായിട്ട് ആര്യൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഉണ്ട്, ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.